ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. നമ്മുടെ അക്കൗണ്ടിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ചാപ്റ്ററാണ് കേട്ടോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ബേസിക് അക്കൗണ്ടിങ് ടേംസ്. അക്കൗണ്ടിങ് എന്നാൽ ബിസിനസ്സിൻ്റെ ഭാഷയാണ്. അപ്പോൾ ആ ഭാഷ കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ വാക്കുകൾ നമ്മൾക്കറിയണമല്ലോ. വരും ക്ലാസ്സുകളിൽ നമ്മൾ ജേർണൽ എൻട്രിയും ലെഡ്ജറും ഒക്കെ ചെയ്യുമ്പോൾ ഈ ടേംസ് ആണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പോകുന്നത്. സോ നമുക്ക് ഇനി സമയം കളയാതെ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ ടോപ്പിക്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈവൻറ്റ് ആൻഡ് ട്രാൻസാക്ഷൻസ്. എല്ലാവരും വിചാരിക്കും ഇത് രണ്ടും ഒന്നാണെന്ന്, പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ബിസിനസ്സിൽ നടക്കുന്ന ഏതൊരു സംഭവത്തെയും നമുക്ക് ഈവൻ്റ് എന്ന് വിളിക്കാം. അപ്പോൾ ഈവൻ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും. എനി ഹാപ്പനിങ്സ് ഓർ ഒക്കറൻസ് ഇൻ ദി ബിസിനസ് ഓർഗനൈസേഷൻ ഈസ് കാൾഡ് ഈവൻറ്റ്. പക്ഷേ ഈ ഒരു ഈവൻറ്റിൽ പണത്തിൻ്റെ ഇടപാട് നടക്കുകയും അത് ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ നിലയെ ബാധിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അതൊരു ട്രാൻസാക്ഷനായി മാറുക. അപ്പോൾ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഈവൻറ്റ്സിന് മാത്രമാണ് നമുക്ക് ട്രാൻസാക്ഷൻ എന്ന് പറയാൻ പറ്റുക. പൈസ മൂല്യമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. എ ഫിനാൻഷ്യൽ ഇവൻറ്റ് ഇൻവോൾവിംഗ് എക്സ്ചേഞ്ച് ഓഫ് മണി, ഗുഡ്സ് ഓർ സർവീസസ്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ എല്ലാ ട്രാൻസാക്ഷനുകളും ഈവൻറ്റുകളാണ്, എന്നാൽ എല്ലാ ഈവൻറ്റ്സും ട്രാൻസാക്ഷൻസ് അല്ല. ഇത് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രാൻസാക്ഷൻ. അപ്പോൾ ഒരു ഈവൻറ്റ് എപ്പോഴാണ് ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ ആകുന്നത് നോക്കാം. ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവണം കേട്ടോ, അപ്പോഴാണ് ബിസിനസ് ട്രാൻസാക്ഷൻ ആവുക. ഫസ്റ്റ് വൺ, എക്സ്പ്രസ്ഡ് ഇൻ മോണിറ്ററി ടേം. ഇതിനൊരു ഫിനാൻഷ്യൽ വാല്യൂ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്, അതായത് പണത്തിൻ്റെ മൂല്യം. രണ്ടാമത്തത്, സപ്പോർട്ടഡ് ബൈ എ സോഴ്സ് ഓഫ് വൗച്ചർ, ഇൻവോയ്സ് ഓർ ബിൽ. അതിന് കൃത്യമായ ഒരു തെളിവ് വേണം, ഒരു ബില്ല് വേണം, അതാണ് അവിടെ തെളിവായിട്ട് പറയുന്നത്. മൂന്നാമത്തത്, ഹാസ് എ ടു ഫോൾഡ് എഫക്റ്റ് അല്ലെങ്കിൽ ഡ്വൽ ആസ്പെക്റ്റ്. ഇതിന് രണ്ട് എഫക്റ്റ് ഉണ്ടാവണം അല്ലെങ്കിൽ ടു ഫോൾഡ് എഫക്റ്റ് ഉണ്ടാവണം, അതായത് രണ്ട് വശങ്ങൾ ഉണ്ടാവണം, ഡെബിറ്റും ക്രെഡിറ്റും. നാലാമത്തത്, ചേഞ്ച് ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ബിസിനസ്. ഈ ട്രാൻസാക്ഷൻസ് കൊണ്ട് നമ്മളുടെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ സ്ഥിതിക്ക് മാറ്റം വരുത്തുകയും വേണം. ഈ 4 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ട്രാൻസാക്ഷനായി മാറാം, ഈവൻറ്റ്സ് ഒരു ട്രാൻസാക്ഷനായി മാറാം. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാഷ് ട്രാൻസാക്ഷൻ വേഴ്സസ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അപ്പോൾ ട്രാൻസാക്ഷന് 2 ടൈപ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ക്യാഷ് ട്രാൻസാക്ഷനും ക്രെഡിറ്റ് ട്രാൻസാക്ഷനും. ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് വെച്ചാൽ സെറ്റിൽഡ് ഇമ്മീഡിയറ്റ്ലി ഇൻ ക്യാഷ് അപ്പോൺ എൻട്രിങ് ദി ഡീൽ. സാധനം മേടിക്കുമ്പോൾ അപ്പോൾ തന്നെ ക്യാഷ് കൊടുക്കുന്നതിനാണ് ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാലോ, സെറ്റിൽഡ് അറ്റ് എ ലൈറ്റർ ഡേറ്റ്, ക്രിയേറ്റ്സ് ഡെപ്റ്റർ ഓർ ക്രെഡിറ്റർ. എന്നാൽ പണം പിന്നീട് തരാം എന്ന് പറഞ്ഞ് കടമായിട്ട് ഇടപാടുകൾ നടത്തുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് ഹൈബ്രിഡ്, പാർട്ട്ലി സെറ്റിൽഡ് ഇൻ ക്യാഷ് ഇമ്മീഡിയറ്റ്ലി ആൻഡ് ദ റെസ്റ്റ് ലേറ്റർ. ഈ ഹൈബ്രിഡിൽ ഇതിൻ്റെ രണ്ടിന് കോമ്പിനേഷനാണ് കേട്ടോ. ആദ്യം നമ്മൾ കുറച്ച് ക്യാഷ് ആയിട്ട് പൈസ കൊടുത്ത് സാധനം മേടിക്കുന്നു, പിന്നെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടൊക്കെ നമ്മൾ ക്രെഡിറ്റ് ആയിട്ട് പിന്നീട് ബാക്കി ഒരു കടം പോലെ പിന്നീട് ബാക്കി തരാം എന്നുള്ള രീതിയിൽ നമ്മളൊരു സാധനം മേടിക്കുന്നുണ്ടെങ്കിൽ അതിനാണ് ഹൈബ്രിഡ് എന്ന് പറയാം. അപ്പോൾ ട്രാൻസാക്ഷൻ, ക്യാഷ് ട്രാൻസാക്ഷൻ ഉണ്ട്, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ഉണ്ട്, ഇതിൻ്റെ രണ്ടിൻ്റെ കോംബോ ഉണ്ട്. ഓക്കെ, അടുത്ത നമ്മൾ വൗച്ചേഴ്സ് ആണ് നോക്കുന്നത്. എവിഡൻസ് ഓഫ് എ ബിസിനസ് ട്രാൻസാക്ഷൻ. ബിസിനസ്സിൽ ഒരു ഇടപാട് നടന്നു എന്ന് തെളിയിക്കുന്ന ഒരു ഡോക്യുമെന്റിനെയാണ് നമ്മൾ വൗച്ചേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ട് 2 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് സോഴ്സ് വൗച്ചർ, രണ്ടാമത്തത് അക്കൗണ്ടിങ് വൗച്ചർ. അപ്പോൾ എന്താണ് ഈ സോഴ്സ് വൗച്ചർ എന്ന് നോക്കാം. നമ്മൾ സാധനം മേടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്യാഷ് മെമ്മോ, ഇൻവോയ്സ്, ഇതൊക്കെയാണ് സോഴ്സ് വൗച്ചറിൽ പെടുന്നത്. ഒക്കെ റെസിപ്റ്റ്, ഇങ്ങനത്തെ കാര്യങ്ങൾ, ഡോക്യുമെന്റ് ഷോയിങ് എ ട്രാൻസാക്ഷൻ ഒക്കേർഡ് എന്നുള്ള രീതിയിൽ നമുക്ക് ബില്ലൊക്കെ ആയിട്ട് തരുന്ന കാര്യങ്ങൾ. ഇനി അക്കൗണ്ടിങ് വൗച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ സോഴ്സ് വൗച്ചേഴ്സ് നോക്കിയിട്ട് അക്കൗണ്ടിങ്ങിൽ ഏത് അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, ഏത് അക്കൗണ്ടാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്ന് വെക്കുന്ന ഫോമിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് വൗച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ബിൽഡ് ഫ്രം എ സോഴ്സ് വൗച്ചർ. സോഴ്സ് വൗച്ചർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഷോസ് വിച്ച് അക്കൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ആൻഡ് വിച്ച് അക്കൗണ്ട് ടു ബി ഡെബിറ്റഡ്. ഇത് കാണിക്കുന്ന ഒരു ഫോമാണ് അക്കൗണ്ടിങ് വൗച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ടേം നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യാപിറ്റലാണ്. ബിസിനസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാക്കാണ് ക്യാപിറ്റൽ അഥവാ മൂലധനം. ഓക്കെ,
ഇതെന്താണെന്ന് വെച്ചാൽ ബിസിനസ്സിൻ്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ പ്രൊപ്പറേറ്റർ ബിസിനസ് തുടങ്ങാനും അതുപോലെ തന്നെ അത് നടത്തി കൊണ്ടുപോകാനും ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയാണ് ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദി പ്രൊപ്പറേറ്റർ ഓർ ഓണർ ഇൻ ടു ദി ബിസിനസ്. ഇതിനെ നമ്മൾ ഓണേഴ്സ് ഇക്വിറ്റി എന്നും പറയാറുണ്ട്. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓണേഴ്സ് ഇക്വിറ്റി. അക്കൗണ്ടിംഗ് നിയമപ്രകാരം ബിസിനസ്സും അതുപോലെ തന്നെ ഓണറും രണ്ടായിട്ടാണ് കണക്കാക്കുന്നത്. ബിസിനസ്സിനെ സംബന്ധിച്ച് ഈ ക്യാപിറ്റൽ എന്നത് ഓണറോടുള്ള ഒരു ബാധ്യതയാണ് അല്ലെങ്കിൽ ലാബിലിറ്റിയാണ്. സോ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ ലാബിലിറ്റി ടുവേർഡ്സ് ദി ഓണർ. ഇനി നമ്മൾ ഇതിൻ്റെ ഇക്വേഷൻ എപ്പോഴും ഓർത്തിരിക്കണം. ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു അസെറ്റ് മൈനസ് ലാബിലിറ്റി. ഈ ഇക്വേഷൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ക്യാപിറ്റലിൻ്റെ ഇക്വേഷൻ ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു അസെറ്റ് മൈനസ് ലാബിലിറ്റി. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അസെറ്റാണ്. അസെറ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് സ്വന്തം എന്ന് അവകാശപ്പെടാൻ പറ്റുന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ മണി വാല്യൂ അല്ലെങ്കിൽ പണമൂല്യം നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന എല്ലാ സ്വത്തുക്കളെയും നമുക്ക് അസെറ്റ് എന്ന് വിളിക്കാൻ പറ്റും. സോ പ്രോപ്പർട്ടി ഓർ ലീഗൽ റൈറ്റ്സ് ഓൺഡ് ബൈ ആൻ എൻറ്റിറ്റി ഒരു രണ്ടാമത്തത് ക്യാൻ ബി മെഷേർഡ് ആൻഡ് വാല്യൂഡ് ഇൻ ടേംസ് ഓഫ് മണി. ഇത് നമുക്ക് പണമൂല്യത്തിൽ ഇതിൻ്റെ ഒരു കണക്കെടുക്കാൻ പറ്റും. ഇത്ര വില വരും എന്നുള്ളത് പറയാൻ പറ്റും. ഈ ഒരു അസറ്റ് എന്ന് പറയുന്നത് ബിസിനസ്സിന് ഫ്യൂച്ചറിൽ വരുമാനമോ അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടങ്ങളോ ഒക്കെ കൊണ്ടുവരുന്ന കാര്യങ്ങളായിരിക്കും. ഉദാഹരണത്തിന് മെഷീനറി, കയ്യിലുള്ള ക്യാഷ്, ഇതൊക്കെ ബിസിനസ്സിൻ്റെ അസറ്റാണ്. സോ ഇറ്റ് പ്രൊവൈഡ്സ് എക്കണോമിക് ബെനിഫിറ്റ് ഓർ ക്യാഷ് ഫ്ലോ ഇൻ ദി ഫ്യൂച്ചർ. അപ്പോൾ ഇതൊക്കെയാണ് അസറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് അസറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻസ് നോക്കാം. അസറ്റിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് വൺ ആണ് ഫിക്സ്ഡ് അസറ്റ്. ഹെൽഡ് ഫോർ എ ലോങ് ടേം യൂസ് ടു ഇൻക്രീസ് ഏർണിംഗ് കപ്പാസിറ്റി, നോട്ട് ഫോർ റീസെയിൽ. നമ്മളുടെ ബിസിനസ്സിൻ്റെ കുറേ കാലത്തെ യൂസിന് വേണ്ടിയിട്ട് നമ്മൾ മേടിക്കുന്ന സാധനങ്ങളെയാണ് നമ്മൾ ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുന്നത്. ഇതൊരിക്കലും റീസെൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ല അല്ലെങ്കിൽ വിൽക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മളുടെ ഓൺ പേർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിനെയാണ് ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഫിക്സ്ഡ് അസറ്റിനെ. ഫസ്റ്റ് വണ് ടാഞ്ചിബിൾ അസറ്റ്, രണ്ടാമത്തത് ഇൻടാഞ്ചിബിൾ അസറ്റ്. ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എക്സിസ്റ്റൻസുള്ള നമ്മൾക്ക് കാണാനും ടച്ച് ചെയ്യാനൊക്കെ പറ്റുന്ന അസറ്റുകളാണ് ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. ലൈക്ക് ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി. ഇനി ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ നോൺ ഫിസിക്കൽ എക്സിസ്റ്റൻസ്. അത് നമുക്ക് കാണാനോ ടച്ച് ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റില്ല. ബട്ട് അങ്ങനെ ഒരു അസറ്റുകളുണ്ട്, നമുക്കതുകൊണ്ട് ഭയങ്കര ബെനിഫിറ്റുകളുണ്ടാവും. അതിൻ്റെ എക്സാമ്പിളാണ് ഗുഡ് വിൽ, പേറ്റൻസ്, ട്രേഡ് മാർക്സ്, ഇതൊക്കെ. ഓക്കെ, അസറ്റിൻ്റെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് കറണ്ട് അസറ്റ്. ഇറ്റ് ഈസ് ഹെൽഡ് ഫോർ ഷോർട്ട് ടേം റീസെയിൽ ഓർ കൺവേർഷൻ ഇൻ ടു ക്യാഷ് വിത്തിൻ എ ഇയർ. ഒരു വർഷത്തിനുള്ളിൽ പെട്ടെന്ന് അല്ലെങ്കിൽ എളുപ്പത്തിൽ പണമാക്കി മാറ്റാൻ പറ്റുന്ന അസറ്റുകളെയാണ് നമ്മൾ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ സ്റ്റോക്ക്, ക്യാഷ്, ബാങ്ക്. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള സ്റ്റോക്ക് നമുക്ക് വിറ്റാൽ അത് പൈസയാക്കി മാറ്റാൻ പറ്റും. ക്യാഷ്, അതൊക്കെ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളെയാണ് നമ്മൾ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ലിക്വിഡ് അസറ്റ്. അസറ്റ്സ് ദാറ്റ് ആർ ഓൾറെഡി ക്യാഷ് ഓർ ക്യാൻ ബി റാപ്പിഡ്ലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. അതായത് എന്താണ് ഈ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒഴുകി നടക്കുന്ന എന്ന അർത്ഥത്തിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അതായത് ഒന്നെങ്കിൽ കയ്യിലിരിക്കണം നിങ്ങളെ കയ്യിലുള്ള പണം, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് കുറച്ച് മണിക്കൂറുകൾ കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ടോ നിങ്ങൾക്ക് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന അസറ്റുകളെയാണ് നമ്മൾ ലിക്വിഡ് അസറ്റ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇരിക്കുന്ന പണം അല്ലെങ്കിൽ പെട്ടെന്ന് വിറ്റ് പണമാക്കാൻ പറ്റുന്ന ഷെയറുകളൊക്കെ ലിക്വിഡ് അസറ്റാണ്. ലിക്വിഡ് അസറ്റ് പഠിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെക്കണം കേട്ടോ. ഈ സ്റ്റോക്ക് ഉണ്ടല്ലോ, നമ്മളുടെ കയ്യിലുള്ള സ്റ്റോക്ക്, അതൊരിക്കലും ലിക്വിഡ് അസറ്റിൽ പെടില്ല. ഓക്കെ, അത് കറണ്ട് അസറ്റിലേ വരുള്ളൂ. അതൊരിക്കലും ലിക്വിഡ് അസറ്റ് എന്നുള്ള കാറ്റഗറിയിൽ വരില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കടയിലിരിക്കുന്ന സാധനം എപ്പോഴാണ് വിറ്റ് പോവുക, എപ്പോഴാണ് ക്യാഷ് കിട്ടുക, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് സ്റ്റോക്ക് എന്നുള്ളത് ലിക്വിഡ് അസറ്റിൽ വരാത്തത് കേട്ടോ. അടുത്തതാണ് വേസ്റ്റിംഗ് അസറ്റ്. നമ്മൾ കുറേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർന്നു പോകുന്ന അല്ലെങ്കിൽ നശിച്ചു പോകുന്ന അസറ്റുകളെയാണ് നമ്മൾ വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറയുന്നത്. ലൈക്ക് നാച്ചുറൽ വരുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരു കോൾ മൈന് നിങ്ങൾ എക്സാമ്പിളാക്കി വെച്ചോ. ഇപ്പോൾ ഒരു കോൾ മൈനിൽ നിന്ന് നിങ്ങൾ എത്രത്തോളം കോള് എടുക്കുന്നുണ്ട് എത്രത്തോളം ആ മൈനിൻ്റെ മൂല്യം കുറഞ്ഞു വരികയാണ് കേട്ടോ. അവസാനം നമ്മൾ അതിന്ന് ഫുള്ള് എടുത്തു കഴിഞ്ഞു എന്ന് വിചാരിച്ചോ, അപ്പോൾ പൂർണ്ണമായിട്ട് അതൊരു വേസ്റ്റ് ആയിട്ട് മാറും. അപ്പോൾ അതാണ് വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും ലാസ്റ്റത്താണ് ഫിക്റ്റീഷ്യസ് അസറ്റ്.
ഇത് നോട്ട് എ റിയൽ അസറ്റ്, ഒരു റിയൽ ആയിട്ടുള്ള അസറ്റ് അല്ല. അക്യൂമുലേറ്റഡ് ലോസസ് ഓർ ഡിഫേർഡ് എക്സ്പെൻസസ് ടു ബി റിട്ടേൺ ഓഫ് ഓവർ ടൈം. ഫിക്റ്റീഷ്യസ് എന്നുള്ള ടേമിൻ്റെ മീനിങ് തന്നെ യാഥാർത്ഥ്യമല്ലാത്തത്, ഓക്കെ, റിയൽ അല്ലാത്തത് എന്നാണ്. അപ്പോൾ ഫിക്റ്റീഷ്യസ് അസറ്റ് എന്നാൽ റിയൽ അല്ലാത്ത അസറ്റിനെയാണ് നമ്മൾ ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത്. ഒരു സാങ്കല്പിക അസറ്റാണത് കേട്ടോ. ഇതിനൊരു രൂപമില്ല. അതുപോലെ തന്നെ ഇത് മാർക്കറ്റിൽ കൊണ്ടുപോയി നിങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു രൂപയും കിട്ടാനും പോകുന്നില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ ഇതിനെ അസറ്റ് എന്ന് വിളിക്കുന്നത്? അതിനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ബിസിനസ് തുടങ്ങുമ്പോൾ ഒരു വലിയ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചോ. ഒരു 5 ലക്ഷം രൂപ ചിലവഴിച്ച് നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാം. ഈ പരസ്യത്തിൻ്റെ ഗുണം അടുത്ത 5 വർഷം ആ ബിസിനസ്സിന് കിട്ടും, ഇല്ലേ? നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. നല്ലൊരു ആഡാണെന്നുണ്ടെങ്കിൽ ആ ആഡ് പ്രൊമോട്ട് ചെയ്ത് നമുക്ക് കുറേ കാലം കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ 5 ലക്ഷം രൂപ ഒറ്റ വർഷത്തെ ചിലവാക്കി കാണിക്കാതെ ഓരോ വർഷവും 1 ലക്ഷം വീതം കുറച്ച് കാണിക്കുക. അത് നമ്മൾ ഈ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലായിട്ടാണ് കാണിക്കുക. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഡിഫേർഡ് റവന്യൂ എക്സ്പെൻസസ് അല്ലെങ്കിൽ ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5 അസറ്റ്സും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലാബിലിറ്റീസ് ആണ്. ലാബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ഓസ് ടു ഔട്ട്സൈഡേഴ്സ് ഓർ ദി ഓണർ. ഓണറിനോ അല്ലെങ്കിൽ പുറമേയുള്ള വ്യക്തികൾക്കോ ബിസിനസ് കൊടുക്കാനുള്ള പൈസനെയാണ് നമ്മൾ ലാബിലിറ്റീസ് എന്ന് പറയുന്നത്. ഇത് ബിസിനസ്സിൻ്റെ ബാധ്യതകളാണ് കേട്ടോ. ലാബിലിറ്റീസ് 2 ടൈപ്പ് ഉണ്ട്. ഇൻറ്റേർണൽ ലാബിലിറ്റിയും എക്സ്റ്റേണൽ ലാബിലിറ്റിയും. ഇൻറ്റേർണൽ ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒബ്ലിഗേഷൻ ടുവേർഡ്സ് ദി ഓണർ. ഓണറിനോടുള്ള ബാധ്യതനെയാണ് നമ്മൾ ഇൻറ്റേർണൽ ലാബിലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ക്യാപിറ്റൽ പഠിച്ചപ്പോൾ പറഞ്ഞല്ലോ, ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഓണറിനോടുള്ള ബാധ്യതയാണ്, ബിസിനസ്സിനുള്ള ബാധ്യതയാണ്. അപ്പോൾ ആ ക്യാപിറ്റലിൻ്റെ മുകളിൽ ഓണറിന് കൊടുക്കാനുള്ള ബാധ്യതയാണ് ഇൻറ്റേർണൽ ലാബിലിറ്റീസിൽ വരുന്നത്. പിന്നെ എക്സ്റ്റേർണൽ ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒബ്ലിഗേഷൻ ടുവേർഡ്സ് ഔട്ട്സൈഡേഴ്സ്. പുറമേയുള്ള വ്യക്തികൾക്ക് എന്തെങ്കിലും എമൗണ്ട് നമ്മൾ കടമായിട്ട് കൊടുക്കാനുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എക്സ്റ്റേർണൽ ലാബിലിറ്റീസ് എന്ന് പറയുന്നത്. ലൈക്ക് ലോൺസ്, ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേ, ഇതൊക്കെ എക്സ്റ്റേണൽ ലാബിലിറ്റീസിൽ വരുന്ന കാര്യങ്ങളാണ്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ലാബിലിറ്റീസ്. ലാബിലിറ്റീസിൻ്റെ പല ക്ലാസിഫിക്കേഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ലോങ് ടേം ലാബിലിറ്റീസ്. ലോങ് ടേം ലാബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ കാലത്തിനുള്ളിൽ നമുക്ക് പേ ചെയ്ത് തിരിച്ചടക്കേണ്ട അങ്ങനത്തെ ടൈപ്പ് ലാബിലിറ്റീസിനാണ് ലോങ് ടേം ലാബിലിറ്റീസ് എന്ന് പറയുന്നത്. പേബിൾ ആഫ്റ്റർ എ പീരിയഡ് ഓഫ് 12 months, ഓക്കെ, അതിനെയാണ് ലോങ് ടേം ലാബിലിറ്റി എന്ന് പറയുന്നത്. ഇനി കറന്റ് ലാബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ പേബിൾ വിത്തിൻ 12 months, 12 മാസത്തിനുള്ളിൽ അടച്ചു തീർക്കേണ്ട കടങ്ങളെയാണ്, 1 വർഷത്തിനുള്ളിൽ നമ്മൾ പേ ചെയ്ത് തീർക്കേണ്ട കടങ്ങളെയാണ് കറന്റ് ലാബിലിറ്റീസ് എന്ന് പറയുന്നത്. ലൈക്ക് ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേബിൾ, ഇതൊക്കെ കറന്റ് ലാബിലിറ്റീസിൽ വരുന്നതാണ്. പിന്നെ വരുന്നതാണ് കണ്ടിജന്റ് ലാബിലിറ്റി. നോട്ട് എ റിയൽ ലാബിലിറ്റി എറ്റ്. നമ്മൾ ഫിക്റ്റീഷ്യസ് അസറ്റിനെ പറഞ്ഞ പോലെ തന്നെ ഒരു റിയൽ ആയിട്ടുള്ള അസറ്റ് അല്ല എന്ന് പറഞ്ഞില്ല. അതുപോലെ തന്നെ കണ്ടിജന്റ് ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു റിയൽ ആയിട്ടുള്ള ലാബിലിറ്റി അല്ല. ഡിപ്പെൻഡ്സ് ഓൺ ഫ്യൂച്ചർ ഈവൻറ്റ്സ് ഹാപ്പനിങ്. ഫ്യൂച്ചർ ഈവൻറ്റ്സിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബാധ്യതകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചടക്കേണ്ട അങ്ങനത്തെ ടൈപ്പ് ലാബിലിറ്റിനെയാണ് നമ്മൾ കണ്ടിജന്റ് ലാബിലിറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിൾ, എ പെൻഡിങ് കോർട്ട് കേസ്. ഒരു കോർട്ട് കേസ് പെൻഡിങ് ഉണ്ട്, അതിലെന്തെങ്കിലും എമൗണ്ട് ഒക്കെ അടക്കേണ്ടി വന്നാൽ, അതായത് അൺസർട്ടൈൻ ആയിട്ട് വരുന്ന ലാബിലിറ്റീസ്, അതിനെയാണ് നമുക്ക് കണ്ടിജന്റ് ലാബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ക്ലാസിഫിക്കേഷൻസും ക്ലിയർ അല്ലേ? അടുത്ത ടേമാണ് ട്രേഡ് ഡെപ്റ്റേഴ്സ് വേഴ്സസ് ട്രേഡ് ക്രെഡിറ്റേഴ്സ്. ആരാണ് ഈ ഡെപ്റ്റേഴ്സും ആരാണ് ഈ ക്രെഡിറ്റേഴ്സും നോക്കാം. ട്രേഡ് ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹൂ ഓൺസ് മണി ടു ദി ബിസിനസ് ഫോർ ബൈയിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ ക്രെഡിറ്റ്. അപ്പോൾ ഒരു ബിസിനസ് ഒരു വ്യക്തിക്ക് കടമായിട്ട് ഗുഡ്സോ സർവീസസോ കൊടുത്തു കഴിഞ്ഞാൽ, അപ്പം തന്നെ പേയ്മെൻ്റ് ഒന്നും മേടിക്കാണ്ട് കടമായിട്ട് ഗുഡ്സോ സർവീസസോ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ കുറച്ച് കഴിഞ്ഞാൽ കട അടക്കണ്ടേ? അപ്പോൾ അങ്ങനത്തെ വ്യക്തിനെയാണ് നമ്മൾ ട്രേഡ് ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മളെ കമ്പനിക്ക് പൈസ തരാനുള്ള വ്യക്തികളെയാണ് നമ്മൾ ട്രേഡ് ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി ട്രേഡ് ക്രെഡിറ്റേഴ്സോ, എ പേഴ്സൺ ടു ഹൂം ദി ബിസിനസ് ഓൺസ് മണി ഫോർ ബൈയിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ ക്രെഡിറ്റ്. കടമായിട്ട് ബിസിനസ് വേറൊരു വ്യക്തിയുടെ അടുത്ത് നിന്ന് ഗുഡ്സോ സർവീസസോ മേടിച്ചു കഴിഞ്ഞാൽ ആ കടം തിരിച്ചടക്കണ്ടേ? അപ്പോൾ ബിസിനസ് വേറൊരു വ്യക്തിൻ്റെ അടുത്ത് നിന്ന് കടമായിട്ട് മേടിക്കില്ലേ, ആ വ്യക്തിനെയാണ് നമ്മൾ ക്രെഡിറ്റർ. നമ്മൾ അങ്ങോട്ട് തിരിച്ചു കൊടുക്കാനുള്ള വ്യക്തികളെ നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയും. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ബിസിനസ്സിന് ഇങ്ങോട്ട് ക്യാഷ് തരാനുള്ള വ്യക്തികളെ നമ്മൾ ഡെപ്റ്റേഴ്സ് എന്ന് പറയും, ബിസിനസ് അങ്ങോട്ട് ക്യാഷ് കൊടുക്കാനുള്ള വ്യക്തികളെ ക്രെഡിറ്റേഴ്സ്. അടുത്ത ടേമാണ് പർച്ചേസ് ആൻഡ് സെയിൽസ്. പർച്ചേസസ്,
ഗുഡ്സ് ബ്രോഡ് സ്ട്രിക്ട്ലി ഫോർ റീസെയിൽ ഓർ മാനുഫാക്ചറിങ്. റീസെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടോ അഥവാ വിൽക്കാൻ വേണ്ടിയിട്ടോ ഓർ മാനുഫാക്ചർ, പുതുതായിട്ട് എന്തെങ്കിലും സാധനങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാനുഫാക്ചറിങ് പ്രോസസ്സിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടോ എന്തെങ്കിലും ഗുഡ്സ് മേടിച്ചു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ പർച്ചേസസ് എന്ന് പറയുന്നത്. അപ്പോൾ വിൽക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഫർദർ പ്രൊഡക്ഷന് വേണ്ടിയിട്ടോ യൂസ് ചെയ്യാൻ എന്തെങ്കിലും ഗുഡ്സ് മേടിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ പർച്ചേസ് എന്ന് പറയും. ഇനി പർച്ചേസ് റിട്ടേണോ, ഗുഡ്സ് സെൻഡ് ബാക്ക് ടു സപ്ലയേഴ്സ് ഡ്യൂ ടു ഡിഫക്റ്റ്. എന്തെങ്കിലും ഡിഫക്റ്റോ അല്ലെങ്കിൽ ഡാമേജസ് ഒക്കെ കാരണം നമ്മൾ പർച്ചേസ് ചെയ്ത ഗുഡ്സ് ആ സപ്ലയർക്ക് തിരിച്ചു കൊടുക്കുന്നതിനെയാണ് പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ സെയിൽസ്. സെയിൽസ് എന്ന് പറഞ്ഞാൽ റവന്യൂ ജനറേറ്റഡ് ഫ്രം സെല്ലിംഗ് ഡീലിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റവന്യൂ, നമുക്ക് കിട്ടുന്ന ഏർണിങ്സിനെയാണ് സെയിൽസ് എന്ന് പറയുന്നത്. സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞാലോ, ഗുഡ്സ് റിട്ടേൺ ബൈ ദി കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുത്ത ഗുഡ്സിൽ എന്തെങ്കിലും ഡിഫക്റ്റോ ഡാമേജോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ ആ പ്രൊഡക്റ്റ് ബിസിനസ്സിലോട്ട് തിരിച്ചയച്ചു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ സെയിൽസ് റിട്ടേൺ എന്ന് പറയാം. അപ്പോൾ പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ബിസിനസ് മേടിച്ച ഗുഡ്സ് എന്തെങ്കിലും ഡിഫക്റ്റ് കാരണം തിരിച്ചു കൊടുക്കുമ്പോൾ അതിനെ പർച്ചേസ് റിട്ടേൺ എന്ന് പറയും. സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ബിസിനസ്സിൽ നിന്ന് മേടിച്ച ഗുഡ്സിൽ എന്തെങ്കിലും ഡിഫക്റ്റ് കാരണം അവർ തിരിച്ചു തരുമ്പോൾ അതിനെ സെയിൽസ് റിട്ടേൺ എന്ന് പറയും. പിന്നെ ഗുഡ്സ് ട്രേഡഡ് ഇൻ, ഐറ്റം സ്പെസിഫിക്കലി പർച്ചേസ് ടു റീസെൽ ഫോർ ബിസിനസ് പ്രോഫിറ്റ്. ബിസിനസ് ഒരു ഗുഡ്സ് മേടിച്ചു എന്ന് വിചാരിച്ചു, അത് മേടിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വിൽക്കാൻ വേണ്ടിയിട്ട് മാത്രം, വിറ്റിട്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം ഒരു ഗുഡ്സ് മേടിച്ചു കഴിഞ്ഞാൽ അതിനെയാണ് ഗുഡ്സ് ട്രേഡഡ് ഇൻ എന്ന് പറയുന്നത്. പർച്ചേസ് പോലെ തന്നെയാണ് കേട്ടോ. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെൻട്രി. ഓക്കെ, ടാഞ്ചിബിൾ അസറ്റ് റിമൈനിങ് അൺസോൾഡ് ഓർ അൺയൂസ്ഡ് അറ്റ് എ സ്പെസിഫിക് ഡേറ്റ്. നമ്മളുടെ ഓർഗനൈസേഷനിൽ വിൽക്കപ്പെടാത്ത ടാഞ്ചിബിൾ അസറ്റ്, അതിനെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, യൂസ് ചെയ്യാത്തതോ അല്ലെങ്കിൽ വിൽക്കാത്തതോ ആയിട്ടുള്ള അസറ്റ് ഉണ്ട് എന്ന് വിചാരിച്ചോ, അതിനെ നമുക്ക് സ്റ്റോക്ക് എന്ന് പറയാൻ പറ്റും. സ്റ്റോക്കിൽ ഉൾപ്പെടുന്ന റോ മെറ്റീരിയൽസ്, അതായത് നമ്മൾ പ്രോസസ്സിങ്ങിൽ യൂസ് ചെയ്യുന്ന, മാനുഫാക്ചറിങ് പ്രോസസ്സിങ്ങിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഗുഡ്സ് സപ്ലയേഴ്സിൻ്റെ അടുത്ത് നിന്ന് മേടിക്കുമല്ലോ. ഈ സപ്ലയറിൻ്റെ അടുത്ത് നിന്ന് മേടിച്ച ഗുഡ്സ് നമ്മൾ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് സ്റ്റോക്ക് എന്ന് വിളിക്കാം. ഇനി വർക്ക് ഇൻ പ്രോഗ്രസ്സിലുള്ള ഗുഡ്സ് എന്ന് പറഞ്ഞാൽ, വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ ഈ മാനുഫാക്ചറിങ്ങിൻ്റെ ഇടയിൽ ഉണ്ടാവുമല്ലോ, ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് നമുക്ക് വിൽക്കാൻ റെഡി ആയിട്ടില്ല, അതിൻ്റെ ഇടയിൽ പാർഷ്യലി ഇങ്ങനെ ഓക്കെ ആയിട്ട് നിൽക്കുന്ന ഗുഡ്സ്, ഫുൾ ഫിനിഷ്ഡ് ആയിട്ടില്ല, അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഗുഡ്സിനെ നമുക്ക് വർക്ക് ഇൻ പ്രോഗ്രസ് എന്നുള്ള കാറ്റഗറിയിൽ പെടുത്താൻ പറ്റും. ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും റെഡിയാണ്, പക്ഷെ അത് സോൾഡ് ചെയ്തിട്ടില്ല, അതായത് വിറ്റിട്ടില്ല. അങ്ങനത്തെ ഗുഡ്സിനെ നമുക്ക് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ റോ മെറ്റീരിയൽസ്, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ് ഇതൊക്കെ സ്റ്റോക്കിൻ്റെ കാറ്റഗറിയിൽ പെടും വെൻ ദേ ആർ അൺസോൾഡ് ആൻഡ് അൺയൂസ്ഡ്. നമ്മൾ സെയിൽസ് ചെയ്തിട്ടില്ല, അത് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എ സ്റ്റോക്ക്. ഓക്കെ, അടുത്ത ടേംസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ പ്രോഫിറ്റ്, ലോസ് ആൻഡ് ഇൻകം. പ്രോഫിറ്റ് എന്ന് വെച്ചാൽ എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസസ്. ചിലവിലേറെ കൂടുതൽ വരുമാനം ഉണ്ടെങ്കിൽ, റവന്യൂ എന്ന് പറഞ്ഞാൽ വരുമാനം, എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ചിലവ്. അപ്പോൾ ചിലവിലേറെ കൂടുതൽ വരുമാനം ഒരു ബിസിനസ്സിന് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് പ്രോഫിറ്റ് എന്ന് പറയാം. ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റും ഉണ്ട്, നെറ്റ് പ്രോഫിറ്റും ഉണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ സെയിൽസ് റവന്യൂ മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. സെയിൽസ് റവന്യൂവിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്താൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് റിമൈനിങ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഓൾ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഡയറക്റ്റ് എക്സ്പെൻസസും ഇൻഡയറക്റ്റ് എക്സ്പെൻസസും ഒക്കെ ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിനാണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ റവന്യൂ ഓവർ എക്സ്പെൻസസ്. അടുത്തതാണ് ലോസ്. ലോസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റിൻ്റെ ഓപ്പോസിറ്റ്, എക്സസ് ഓഫ് എക്സ്പെൻസസ് ഓവർ ടോട്ടൽ റവന്യൂ. വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവാണുള്ളത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു ഓർഗനൈസേഷന് ലോസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എക്സ്പെൻസസ് ഓവർ ടോട്ടൽ റവന്യൂ ആണെന്നുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷന് ലോസ് ആയിരിക്കും. പിന്നെ വരുന്ന ടേമാണ് ഇൻകം. പ്രോഫിറ്റ് ഏൺഡ് ഡ്യൂറിങ് എ സ്പെസിഫിക് പീരിയഡ്. ഒരു സ്പെസിഫിക് പീരിയഡിൽ നമ്മൾ ഏൺ ചെയ്യുന്ന പ്രോഫിറ്റിനെയാണ് നമ്മൾ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻകത്തിൻ്റെ ഫോർമുല പഠിച്ചു വെക്കുക. ഇൻകം ഇസ് ഈക്വൽ ടു റവന്യൂ പ്ലസ് അതർ ഇൻകംസ് മൈനസ് എക്സ്പെൻസസ്. ഇതാണ് ഇൻകത്തിൻ്റെ ഫോർമുല. അടുത്ത രണ്ട് ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ് റവന്യൂ വേഴ്സസ് എക്സ്പെൻസസ്. റവന്യൂ എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഇൻഫ്ലോ ഓഫ് ക്യാഷ് ഓർ റിസീവബിൾസ് ഫ്രം സെല്ലിംഗ് ഗുഡ്സ് ഓർ പ്രൊവൈഡിങ് സർവീസസ്. ഗുഡ്സ് വിൽക്കുമ്പോഴോ അല്ലെങ്കിൽ സർവീസസ് കൊടുക്കുമ്പോഴോ നമുക്ക് കിട്ടുന്ന ക്യാഷിനെയാണ് റവന്യൂ എന്ന് പറയുന്നത്. ഇനി എക്സ്പെൻസസോ,
കോസ്റ്റ് ഇൻക്വയർഡ് ടു ജനറേറ്റ് ദോസ് റവന്യൂ. ഈ റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ ഈ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുമല്ലോ, അപ്പോൾ നമുക്ക് കുറേ ക്യാഷ് ചിലവ് വരുമല്ലോ. ആ ചിലവുകളെയാണ് നമ്മൾ എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ റവന്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ലാഭങ്ങളെയാണ്. എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലവാക്കേണ്ടി വരുന്ന, ഈ ഒരു ലാഭം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ആക്ടിവിറ്റീസ് ചെയ്യൂലേ, അതിലൂടെ നമുക്ക് ചിലവ് വരുന്ന ആ ഒരു എമൗണ്ടിനെയാണ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് ടേമാണ് ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ഓണർ അദ്ദേഹത്തിൻ്റെ സ്വന്തം ആവശ്യത്തിന്, പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ബിസിനസ്സിൽ നിന്നെടുത്ത, ക്യാഷ് ആവട്ടെ, ഗുഡ്സ് ആവട്ടെ, അല്ലെങ്കിൽ അസറ്റ് ആവട്ടെ, ബിസിനസ്സിൻ്റെ ക്യാഷ് എടുക്കുക, അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ അസറ്റായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ, കാറ്, അങ്ങനെ പല കാര്യങ്ങളും ഓണർ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഡ്രോയിങ്സ് ഡയറക്ട്ലി റെഡ്യൂസസ് ദി ഓണേഴ്സ് ക്യാപിറ്റൽ ബാലൻസ്. ഒരു ഡ്രോയിങ്സ് എടുത്തു കഴിഞ്ഞാൽ ക്യാപിറ്റലിൽ നിന്ന് നമുക്ക് കുറക്കാൻ പറ്റും കേട്ടോ ഈ ഒരു എമൗണ്ട്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് റെഡ്യൂസ് ചെയ്യാൻ ഡ്രോയിങ്സ് കാരണമാവും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് ടേംസ്. നിങ്ങൾക്ക് എല്ലാ ടേംസും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു വിത്ത് നെക്സ്റ്റ് വീഡിയോ.